അപ്പോൾ ഇത് നമ്മുടെ പ്രിൻ്ററിൻ്റെ ഇങ്ക് കാർട്രിഡ്ജ് ഇങ്ങനെയാണ് മാറ്റാൻ. നമ്മുടെ HP ലേസർ ജെറ്റ് അല്ലാണ്ടുള്ള പ്രിൻ്ററിൻ്റെയും ഇങ്ങനെ കാർട്രിഡ്ജ് മാറ്റുകയെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ പ്രിൻ്റർ ഇപ്പോൾ ഇതാണ് HP ലേസർ ജെറ്റ് പ്രൊഫഷണൽ. ഇതിൻ്റെ ഉണ്ടോ സ്ക്രീൻ വർക്കാവില്ല, ബട്ട് ഇത് ഓണാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇത് ഓർഡർ കൊടുക്കുക എന്ത് പറയും, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ പോയിട്ട് ഓഫ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11. ഇപ്പോൾ നമുക്ക് പ്രോസസ്സ് ചെയ്യണം കണ്ടോ HP. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. ഇനി ഇവിടെ 1 എന്ന് കാണിക്കുമ്പോൾ നിങ്ങളുടെ പ്രിൻ്റർ പ്രിൻ്റ് ചെയ്യാൻ റെഡി കേട്ടോ. ഇനി നമുക്ക് ഇങ്ങനെ കാർട്രിഡ്ജ് മാറ്റുക, ഇങ്ക് കാർട്രിഡ്ജ് മാറ്റിയാൽ നോക്കാം. ഫസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യരുത് കേട്ടോ, ഇത് ഓപ്പൺ ചെയ്യണം. ഇവിടെ ഓട്ടോമാറ്റിക് ലോക്ക് ആവും കേട്ടോ. ഇനി ഇവിടെ ലിഡുണ്ട്, അത് ഓപ്പൺ ചെയ്യണം. ഇങ്ങനെ ഇത് മെല്ലെ ഓപ്പൺ ചെയ്യണേ. ഇതകത്തിപ്പോൾ വലിയ പൊടി പിടിച്ചിട്ട് കിടക്കുക കേട്ടോ. ഇത് ലേസർ ടോൺ കാർട്രിഡ്ജാണ്. ഇത് നമ്മൾ മെല്ലെ പുള്ളി ചെയ്യണം ഔട്ട്.